സിനോ ജാപ്പനീസ് വാർ, വേൾഡ് വാർ II എന്നിവ അവസാനിച്ചിട്ട് ഇപ്പോൾ 80 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുവാനായി സെപ്റ്റംബർ 3-ന് 2025-ന് അതായത് ഇന്ന് ബെയ്ജിങ്ങിൽ വെച്ച് 2025 ചൈന വിക്ടറി ഡേ പരേഡ് എന്ന പേരിൽ ഒരു മിലിറ്ററി പരേഡ് നടന്നു. ഈ പരേഡിൽ 26 കൺട്രീസിന്റെ ലീഡേഴ്സും മറ്റ് ഫോറിൻ റെപ്രസെന്റേറ്റീവ്സും പങ്കെടുത്തു. ഈ ലീഡേഴ്സിൽ ഇതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഷിയോടൊപ്പം ഉണ്ടായിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നോർത്ത് കൊറിയൻ ലീഡർ കിം ജോങ് ഉന്നും ആയിരുന്നു. ഈ പരേഡിൽ ചൈനീസ് മിലിറ്ററി എയറിയൽ ഡ്രോൺസ്, അണ്ടർ വാട്ടർ ഡ്രോൺസ്, ഹൈപ്പർസോണിക് മിസൈൽസ്, ഫൈറ്റർ ജെറ്റ്സ്, ബോംബേഴ്സ് തുടങ്ങി AI അസിസ്റ്റഡ് വെപ്പൺസ്, മിസൈൽസ് എന്നിവ പ്രദർശിപ്പിച്ചു. ഇത് കണ്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഇപ്രകാരം പ്രതികരിച്ചു: ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻവേഡറിൽ നിന്നും ചൈനയ്ക്ക് ഫ്രീഡം ലഭിക്കാൻ സഹായിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മാസീവ് എമൗണ്ട് ഓഫ് സപ്പോർട്ട് ആൻഡ് ബ്ലഡിനെ പറ്റി ചൈനയുടെ പ്രസിഡന്റ് ഷീ മെൻഷൻ ചെയ്യുമോ? അവരെപ്പറ്റി ഓർക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ ധീരതയെയും സാക്രിഫൈസിനെയും പറ്റി ഓർക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രസിഡന്റ് ഷീക്കും ചൈനയുടെ വണ്ടർഫുൾ പീപ്പിളിനും മഹത്തായതും നിലനിൽക്കുന്നതുമായ ഒരു ഡേ ഓഫ് സെലിബ്രേഷൻ ആശംസിക്കുന്നു. നിങ്ങൾ യുഎസിനെതിരായി ഗൂഢാലോചന നടത്തുമ്പോൾ വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നിനും എൻ്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.